ശ്രീനാരായണ ഗുരുവിൻ്റെ 168ാമത്തെ ജയന്തിയാണ് നാളെ. അപ്പോൾ കുറേ ആയിട്ട് കേരളത്തിൽ കേൾക്കുന്ന ഒരു സംശയം എൻ്റെ മനസ്സിലിപ്പോൾ ഇടതുപക്ഷക്കാരൊക്കെ പറയുന്നത് നാരായണ ഗുരു ഹിന്ദു സന്യാസിയല്ല, അദ്ദേഹം ഒരിക്കൽ കാവ്യ പോലും ധരിച്ചിട്ടില്ല, അദ്ദേഹത്തെ സംഘപരിവാരം ഹിന്ദു സന്യാസിയാക്കി മാറ്റുകയാണ്. സംഘപരിവാരത്തിന് ഹിന്ദു ആക്കി മാറ്റാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ആരായിരുന്നു നാരായണ ഗുരു? ക്രിസ്ത്യൻ സന്യാസിയായിരുന്നു, മതേതരനായിരുന്നു. അല്ല, മതേതരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഹിന്ദു. നാരായണ ഗുരുവിന് മുമ്പിൽ സർക്കാരിൻ്റെ ഒരു ഫോം, അതിൽ റിലിജിയൻ എന്ന കോളം നാരായണ ഗുരു എന്തെഴുതും? ഹിന്ദു എന്ന് എഴുതുമോ? എഴുതണം. വേറെ എന്താ? വേറെ ഒന്നും എഴുതാൻ പറ്റില്ല. പാഴ്സി എന്ന് എഴുതാൻ പറ്റുമോ? റിലിജിയനാണ് ചോദിക്കുന്നത്. ഇഫ് ദർ ഈസ് എ റിലിജിയൻ ഇറ്റ് ഈസ് ഹിന്ദു. ഹിന്ദു സമ്പ്രദായമാണ്. നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എടുത്ത് നോക്കുക, എല്ലാം ഹിന്ദു ദൈവങ്ങളെ സ്തുതിച്ചുള്ള സ്തോത്രങ്ങൾ, ആധ്യാത്മികത, അത് ഇതൊക്കെയാണ്. മണ്ണന്തല ദേവി ക്രിസ്ത്യാനിയായിരുന്നു. എന്തിനാ മണ്ണന്തല ദേവി സ്തവം എഴുതിയത്? വേറെ എഴുതിയിട്ടില്ല. ഇവർ വന്നും പോയും തപ്പിയെടുത്ത് കൊണ്ടുവരുന്നൊരു സാധനം കരുണാവാൻ മുത്തുനബി അനുകമ്പാ ദശകത്തിലെ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ, യേശുക്രിസ്തുവിനെ രത്നമോ എന്ന് ചോദിക്കുകയാണ്. ചോദ്യമാണ്, ആണെന്ന് ഉറപ്പിക്കുകയൊന്നുമല്ല. കാരണം ഈ അനുകമ്പാ ദശകത്തിൽ ഈ അനുകമ്പയുള്ളവരെ പറ്റിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രീകൃഷ്ണനുണ്ട്, ശങ്കരാചാര്യനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്ന ആൾക്കാരുടെ എല്ലാം പേരെഴുതിയിട്ട് ഇവരൊക്കെ അനുകമ്പയുള്ളവരാണോ? ആണെന്നാണ് ഇതിനർത്ഥം കേട്ടോ, അല്ല എന്നതിനർത്ഥമൊന്നുമില്ല. അപ്പം അനുകമ്പ എന്നൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറയുന്നു. ആ സമയത്ത് ഈ ഇസ്ലാമിൻ്റെ ചെയ്തികൾ ഇൻ പ്രിൻസിപ്പിൾ പ്രാക്ടിക്കലി കാണിച്ച പോക്കൃത്തരങ്ങളൊക്കെ നാരായണ ഗുരുവിനുമൊക്കെ അറിയാം. മറ്റേ ഇങ്ങരുടെ ഔറംഗസീബിൻ്റെ കാര്യം, ബാബറിൻ്റെ കാര്യം, ഹുമയൂണിൻ്റെ കാര്യം, ഇതൊക്കെ അറിയാവുന്ന ആളാണ്. ബട്ട് ഒരു ഫിലോസോഫിക്കൽ തലത്തിൽ, അനുഭൂതിയുടെ തലത്തിലാണ് അദ്ദേഹം നബിയെ കൂടെ ഇതിനകത്ത് ചേർക്കുന്നത്. അതല്ലാതെ വേറെ ഒരു വരി ഈ മൊത്തം ശ്രീനാരായണ ഈ വാങ്മയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ആ ഒരൊറ്റ വരി എടുത്തിട്ടാണ് ഇവർ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ മുഹമ്മദ് നബിയെ പറ്റി പലരും പറഞ്ഞിട്ടൊക്കെയുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹു ഡിഡ് നോട്ട് ഹാവ് എ കോംപ്രഹെൻസീവ് നോളജ് അബൌട്ട് വാട്ട് ഹി ഡിഡ്. ഇപ്പോൾ എല്ലാവർക്കും സമാധാനം എന്ന് നബി എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് എല്ലാ മുസ്ലിങ്ങൾക്കും സമാധാനം എന്നുള്ള അർത്ഥത്തിലാണ്. വായിക്കുന്ന ആളിന് എല്ലാവർക്കും സമാധാനം. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നൊക്കെ പറയും. അങ്ങനെ എവിടെയോ എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷേ സാധനം സമാധാനത്തിൻ്റെ മതമാണോ? അല്ല. അപ്പോൾ ഇത് ഈ ഒരു ലൈൻ നാരായണ ഗുരു എഴുതിയ 10,000-കണക്കിന് കാവ്യങ്ങളിൽ നിന്ന് ഈ ഒരു ലൈൻ എടുത്തിട്ടാണ് ഈ മൂപ്പിക്കുന്നത്. സോ നാരായണ ഗുരു ഒരു ഹിന്ദു സന്യാസിയാണ്. പക്ഷേ ഈ ഹിന്ദു എന്നുള്ള വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സുനിലിൻ്റെ മുമ്പിലിരിക്കുന്ന പത്രങ്ങൾ ഞാൻ പറയാതെ തന്നെ ആ ഹിന്ദു ഇങ്ങോട്ട് എടുത്തേ എന്ന് പറഞ്ഞാൽ പത്രമാണ് ഹിന്ദു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് ഹിന്ദുവിന്. അപ്പോൾ മതം എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥമല്ല, സംസ്കാരം എന്ന് പറയുമ്പോൾ, ജീവിത രീതി എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം. അപ്പോൾ റിലിജിയൻ എന്ന് പറയണമെങ്കിൽ അതിനും കൊടുക്കുന്ന പേര് ഹിന്ദു. അതുകൊണ്ടാണ് ഹിന്ദു ഇങ്ങനെ ആർക്കും വഴങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത്. അംബേദ്കർ നിയമം ഉണ്ടാക്കിയപ്പോൾ ആരാണ് ഹിന്ദു? നിയമത്തിൽ ഇത് പറയണ്ടേ ആരാണ് ഹിന്ദു എന്ന്. പക്ഷേ അംബേദ്കർ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഹിന്ദു എന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരല്ല ഹിന്ദു എന്ന് നിയമത്തിൽ എഴുതി വെച്ചു. ഇപ്പോൾ ഹിന്ദു മാരേജസ് ആക്ട് ഹിന്ദുക്കൾക്ക് ബാധകമാണ്. ഹൂ ഈസ് എ ഹിന്ദു എന്ന് അങ്ങനെ പറഞ്ഞാലേ കോടതിയിൽ ഇതിനൊരു തീർപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യു ഹാവ് ടു ഹാവ് എ ഡെഫിനേഷൻ. എല്ലാ ആക്ടിൻ്റെയും തുടക്കം ഡെഫിനേഷൻസ് വെച്ചാണ്.
സെക്ഷൻ 1, സെക്ഷൻ 2 ഒക്കെ ഡെഫിനിഷനായിരിക്കും. അപ്പോൾ ഹിന്ദു മാരേജസ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഇതിലൊക്കെ ഹിന്ദു ഉണ്ട്. ഹിന്ദുവിന് അംബേദ്കർ അടക്കം ഉള്ള പാർലമെൻറ്റ് കൊടുത്ത നിർവചനം നെഗറ്റീവാണ്. ദോസ് ഹു ആർ നോട്ട് മുസ്ലിംസ്, നോട്ട് ക്രിസ്ത്യൻസ്, നോട്ട് പാർസീസ്, അതാണ് ഹിന്ദു. അതാണ് ഹിന്ദു. അപ്പോൾ കോടതിയിൽ കേസ് വന്നു കഴിയുമ്പോൾ നിങ്ങളോട് നിങ്ങൾ ഹിന്ദുവാണോ എന്നല്ല ചോദ്യം, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, അല്ല സാർ. മുസ്ലിമാണോ, അല്ല സാർ. പാഴ്സിയാണോ, അല്ല സാർ. അപ്പോൾ ഹിന്ദുവാണെന്ന് തീരുമാനമായി. പക്ഷേ ഈ പല മതസാരവും ഏകമാം എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പിന്നെ ഈ ഹിന്ദു ആണെന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ തന്നെ ഒരു ഡിസ്കഷനിൽ സുനിലിനോട് പറഞ്ഞതാണ്, പല മതസാരമാണ്, എല്ലാ മതസാരമല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. ഈ പല എന്നുള്ള വാക്കും ചില, പല, എല്ലാം, എല്ലാമാണ് എല്ലാം എന്നുള്ള അർത്ഥത്തിൽ. അല്ല, ഇത് ഇടതുപക്ഷക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ മതങ്ങളും സാരം ഒന്നാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഇതിന് ഈ പല എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടല്ലേ? പല മതസാരവുമേ. ഞാൻ സുനിലിൻ്റെ അടുത്ത് പറയുന്നു, ഒരു പൂട്ട് തുറക്കാൻ എൻ്റെ സുനിലിനെ ഞാൻ പല വഴിയും നോക്കി നടക്കണില്ല, സുനിലൊന്ന് നോക്ക്. ദാറ്റ് മീൻസ് ഞാൻ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, പല വഴി ഞാൻ നോക്കി, സുനിലിന് വേറെ ചില വഴി അറിയാമായിരിക്കും. ഞാനും സുനിലും കൂടെ ഈ കൊല്ലൻ്റെ അടുത്ത് പോകുന്നു അവസാനം ഇത് തുറക്കാതെ ആകുമ്പോൾ. എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും ആവുന്നത്ര സകല വഴിയും പഠിച്ച പണിയും നോക്കി നടന്നില്ല. കാരണം അപ്പോഴും നമ്മൾ പലതിൽ നിൽക്കുകയാണ്, പല വഴിയിൽ നിൽക്കുകയാണ്. എല്ലാം അറിയാവുന്നവൻ കൊല്ലൻ, അയാൾ തുറന്നിട്ട് തരും. ഈ പലയും എല്ലാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ പോലും എത്തുന്നില്ല. ചില്ലറപ്പണിയൊക്കെ ചെയ്ത് നോക്കി, പിന്നെ ഞാൻ വിട്ടു. പല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു ആത്മാർത്ഥം, ഒരു അധ്വാനമൊക്കെ ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ ചെയ്തു, എല്ലാ കാര്യവും ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ ട്രൈഡ് മൈ മാക്സിമം ലെവൽ ബെസ്റ്റ്. അപ്പോൾ ചില, പല, എല്ലാം, ഈ വാക്കിനൊക്കെ വേറെ വേറെയാണ് അർത്ഥം. ഗുരു പല മതസാരവുമേകം എന്ന് പറയുന്നത് ഭാരതീയ മതങ്ങൾ, പല മതങ്ങളുണ്ട്. ആ മതങ്ങളല്ല, ഹിന്ദു മതങ്ങൾ തന്നെ പലതുണ്ടല്ലോ, അതിൻ്റെ എല്ലാം സാരം ഏകമാണ്. അതല്ലാത്ത ചില മതങ്ങളും ഉണ്ട്, അത് ഗുരുവിനറിയാം. അതുകൊണ്ട് ആ പല എന്നുള്ള വാക്ക് ഉപയോഗിച്ചതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാലോ? അത് ഏത് ജാതി, ഏത് ജാതി, ഏത് മതം, അത് പറഞ്ഞിട്ടുമില്ല. ഏത് ദൈവം, ഏത് ദൈവം എന്നും ഹിന്ദുക്കൾക്ക് ഒറ്റ ദൈവം അല്ലല്ലോ ഉള്ളത്. അല്ല, അത് തന്നെ, ഏതെങ്കിലും ഒരു ദൈവം. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവം ഉള്ളപ്പോൾ ഒരു ദൈവം മതി എന്ന് പറയുന്ന ഹിന്ദുയിസത്തിനെതിരല്ലേ, ഹിന്ദു വിശ്വാസത്തിനെതിരല്ലേ? അല്ലല്ലോ. ഈ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവം ഉണ്ടെന്ന് വിചാരിച്ചു ഒരുപാട് ദൈവത്തെ ചുമന്നുകൊണ്ടൊന്നും ഹിന്ദു നടക്കുന്നില്ല. ഓരോ ആവശ്യത്തിനും ഓരോ ദൈവം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് ചെയ്യുന്നവരുണ്ട്. ബാക്കിയുള്ളവർ എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ച്, ഗുരുവായൂരപ്പൻ മാത്രം. ദൈവം പോലും അല്ല, ഒരു മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. മനസ്സിലായി? ആ മൂർത്തിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഹിന്ദുവുണ്ട്. എല്ലായിടത്തും പോയി തൊഴുതാൽ, ഇപ്പോൾ 150 അമ്പലത്തിൽ പോയാലും തൃപ്തി കിട്ടാത്ത ഹിന്ദുവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജാതിയും ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം, ശരി, ഒരു ദൈവം മതി. അത് നാരായണ ഗുരു പറഞ്ഞ ഏത് ദൈവമാണെന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ദൈവം, മാതിയുടെ ഒന്ന് മതി, അതിൻ്റെ പിന്നാലെ നമ്മൾ തന്നെ കറന്നവരും അവർ പറയാറില്ല, ഈ അവിടെ ഇവിടെയൊക്കെ പോയി ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഈ പാക്കനാരുടെ ഒരു കഥയുണ്ട്. നമ്മുടെ അഗ്നിഹോത്രി ആണല്ലോ അവരുടെ കൂട്ടത്തിൽ മൂത്തയാൾ. മെഴുത്തോൾ അഗ്നിഹോത്രി രചകൻ ഉളിയൻ തച്ചൻ, പിന്നെ വായില്ല കുന്നിലപ്പൻ, വടുതല മരുവും നായർ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിലേറ്റവും താഴെ വരുന്ന ആളാണ് പാക്കനാർ. പാക്കനാർ അഗ്നിഹോത്രിയെ ചെന്ന് കണ്ടപ്പോൾ അഗ്നിഹോത്രി സൂര്യപൂജ ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. പാക്കനാർ മുറ്റത്ത് ഉപ്പൂറ്റി കൊണ്ടൊരു കുഴി കുഴിച്ചു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, കഴിഞ്ഞില്ലേ സൂര്യപൂജ എന്ന്? ഇല്ല, അത് വേറൊരു പൂജയാണ്, ദേവീ പൂജ. അപ്പോൾ പാക്കനാർ വീണ്ടും മുറ്റത്ത് വേറൊരു സ്ഥലത്ത് ഉപ്പൂറ്റി കൊണ്ട് കുഴി കുഴിച്ചു. അങ്ങനെ ഒരു 8-10 പൂജ കഴിഞ്ഞിട്ട് ഈ അഗ്നിഹോത്രി ഇറങ്ങി വന്നു. എന്താണ് ആ മുറ്റത്തെല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത് നോക്കി. ഇയാളൊരു 7-8 കുഴി കുഴിച്ചിട്ടുണ്ട്. പാക്കനാർ പറഞ്ഞു, അത് വെള്ളം കിട്ടാൻ കുഴിച്ചതാണ്. പോട്ടൻ, വെള്ളം കിട്ടണമെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കുഴിക്കണ്ടേ, നീ പല സ്ഥലത്ത് കുഴിച്ചാൽ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ല, അച്ഛന് മോക്ഷം കിട്ടണമെങ്കിൽ ചേട്ടൻ ഒരു പൂജ ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടേ, അതിന് ഒരു 8-10 പൂജ ചെയ്തതിനാ. അതാണ് പാക്കനാർ. അപ്പോൾ ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് നാരായണ ഗുരുവിൻ്റെ എത്രയോ പിന്നിൽ കാലം പോലും നിശ്ചയിക്കാൻ
നമുക്ക് ത്രാണിയില്ല. ഈ 12 മക്കളുടെ ഏത് കാലത്താണ് അവരുടെ ജനനം ഉണ്ടായതെന്നും ഇതൊക്കെ ഐതിഹ്യത്തിൽ പെട്ടു പോകുന്നതാണല്ല. അന്ന് പാക്കനാർ പറഞ്ഞ കാര്യമാണ്. നാരായണ ഗുരു അതൊന്ന് ആവർത്തിച്ചതേ ഉള്ളൂ. ടി.ജി. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി നമുക്ക് ഒരു ഋഷി പരമ്പര ഒരുപാടുണ്ട്. അതിൽ നാരായണ ഗുരുവിനെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ട് അദ്ദേഹം മതേതരനാണ്, ഹിന്ദുത്വവാദിയല്ല, ഹിന്ദുവേ അല്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരിൽ കൂടുതൽ ഈഴവരാണ്. അവർ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകളാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങളിപ്പോൾ ഈ രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അവർക്ക് നാരായണ ഗുരുവിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. ചട്ടമ്പി സ്വാമി കൂടെ ചേർക്കണം. കാരണം അല്ലെങ്കിൽ നായന്മാർക്ക് ദേഷ്യം വരും. ഈ രാഷ്ട്രീയ നേതാവ് നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി തുടങ്ങിയ നവോത്ഥാന നായകർ എന്ന് പറയുമ്പോൾ സുനിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നായന്മാരും ഈഴവരും എനിക്ക് വോട്ട് ചെയ്യണേ. ഇത്രേ അർത്ഥമുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ രാഷ്ട്രീയക്കാരല്ല, ഈ രാഷ്ട്രീയക്കാരല്ലാതെ ചിന്തകർ, പ്രഭാഷകർ എന്ന് പറഞ്ഞ് നടക്കുന്നത്, അവരുടെയും രാഷ്ട്രീയം നോക്കുക. ഈ പണിയാണ് അവരും ചെയ്യുന്നത്. സുനിൽ പിള്ളയുടെ CPM വേണ്ടി വോട്ട് പിടിക്കുന്ന ആളാണ്. പുള്ളിയുടെ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട്, അല്പസ്വല്പം നുണയൊക്കെ പറയാം, അത് പാർട്ടിക്ക് വേണ്ടിയിട്ട്. ആളുകൾ നുണയിടം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് അങ്ങേരെ അഡ്മിറ്റ് ചെയ്തു എന്ന്. നുണ എന്ന് പറഞ്ഞില്ല, പോളമിക്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ശ്രീചിത്രനും സുനിൽ പിള്ളയുടെയും തമ്മിലൊരു ചർച്ച, ഒരു 1.5 മണിക്കൂർ നീണ്ട ചർച്ച. അപ്പോൾ അതിലാണ് ഈ പരിപാടി. ഈ ശ്രീചിത്രൻ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് അവാസ്തവം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറയേണ്ടി വരാറില്ല, എന്ന് വെച്ചാൽ കള്ളം പറയേണ്ടി വരാറില്ല. ഇതാണ്. അപ്പോൾ ഒരു പോളമിക്സ് എന്നുള്ള ദൃഷ്ടിയിൽ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ന്യായീകരിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കിടപ്പുണ്ട് യൂട്യൂബിൽ. സോ ബേസിക്കലി ഇവർ കള്ളമാണ് പറയുന്നത് ആ കള്ളമാണെന്ന് അവർക്കറിയാം. പാർട്ടിക്ക് വേണ്ടി അത് ചെയ്യുന്നു. CPM ഇപ്പോൾ വന്നിരിക്കുന്ന ഗതികേട് നോക്കുന്നത്, അവർക്ക് അവരുടെ ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടു എന്ന് അവർ തുറന്നു പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ആദ്യമായിട്ട് പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കി. അത് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ച്. പക്ഷേ കേരളത്തിൽ അത് ചെയ്തില്ല. പോളിറ്റ് ബ്യൂറോ അത് ചെയ്തു. കേരളത്തിലെ CPM സംസ്ഥാന സമിതി ചെയ്തില്ല. ഇവിടെ അത് പറയില്ല, ബാക്കിയുള്ള സ്ഥലത്ത് അത് പറഞ്ഞു. അത് വായിച്ച് കേരളത്തിലെ ഹിന്ദു രോമാഞ്ചം അണിഞ്ഞോളണം. ഇതാണ് അതിൻ്റെ ന്യായം. അപ്പോൾ കേരളത്തിൽ ഈഴവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നാരായണ ഗുരുവിനെ എടുക്കണം. അങ്ങനെ പല്ല് തയ്ക്കാൻ, മുടി ചെയ്യാനൊക്കെ നാരായണ ഗുരുവിനെ എടുത്തു തുടങ്ങി. ഇത് ഈഴവർക്ക് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഈഴവരുടെ വോട്ടും നഷ്ടപ്പെട്ടു എന്നാണ്. ഹിന്ദു വിഭാഗങ്ങളുടെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു, ഈഴവരുടെ വോട്ടും നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇനി നാരായണ ഗുരുവിനെ മുടി ചെയ്യാനും പല്ല് തയ്ക്കാനും ഒക്കെ ആയിട്ട് CPM എടുത്തുകൊണ്ടിരിക്കും. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ നാരായണ ഗുരുവിൻ്റെ ഫ്ലക്സ് കൊണ്ട് വഴി നടക്കാൻ പറ്റാതെ പറ്റും. പക്ഷേ നമ്മൾ ഈ ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ഈഴവരെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ടി വരുന്നത്? ഗുരു ഈഴവരുടെ ഗുരുവാണോ? ഗുരു കേരളത്തിന് ആരാണ്? ഗുരു കേരളത്തിൻ്റെ സമ്പൂർണ്ണ ഭാരതത്തിൻ്റെ ഗുരുവാണ്, വിശ്വഗുരുവാണ്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും മരണാനന്തരം കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ഈഴവരാണ്. സ്വാഭാവികമായിട്ട് അത് അങ്ങനെ മാറി. അതുകൊണ്ട് ഗുരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടില്ലേ? സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു, കുറേയധികം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അത് വിധിയുടെ ഒരു വൈപരീത്യമാണ്. ഗുരു പ്രവർത്തിച്ചതും അവരുടെ ഇടയ്ക്കായിരുന്നു. അങ്ങനെയല്ലേ അന്ന് ചെയ്യാനും പറ്റുള്ളൂ. ഗുരുവിൻ്റെ ആദ്യ ശിഷ്യന്മാരെ എടുത്തു നോക്ക്. 11 ശിഷ്യന്മാരിൽ 5 പേരെ ഈഴവരുള്ളൂ, 6 പേര് ഈഴവരല്ലാത്തവരാണ്. ഭൂരിപക്ഷം നോൺ ഈഴവാസായിരുന്നു ഗുരുവിൻ്റെ ശിഷ്യന്മാർ. പിന്നീട് മെല്ലെ അത് ഗുരു സമാധിയായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറത്ത് നിയന്ത്രണമൊന്നുമില്ലല്ലോ. അവരുടെ തോന്നിയാസം അങ്ങനെ പോയി. ഈഴവർക്ക് അതിൽ പ്രാമുഖ്യം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് ജാതികൾ പൊതുവെ ഒന്ന് മടിച്ചു. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം അത് ഈഴവരുടെ എന്നുള്ള അർത്ഥത്തിൽ മാറി. ഇപ്പോഴും അത് ഈഴവരുടെ ഒന്നുമല്ല. മറ്റ് ജാതികൾക്ക് SNDP ശാഖയിൽ ചേരാം, മെമ്പറാവാം, ഒരു തടസ്സവുമില്ല. പക്ഷേ മറ്റ് ജാതികൾ കാലക്രമേണ അതിൽ കുറഞ്ഞു വന്നു. ഇത് കേരളത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റമാണ്. നാരായണ ഗുരുവിനെ ഒരു ജാതിയുടെ കള്ളിയിൽ അടച്ചിട്ടു എന്നുള്ളത്.
അത് മറ്റ് ജാതിക്കാർ സമ്മതിക്കരുതായിരുന്നു, മറ്റ് ജാതിക്കാർ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം ഞാൻ നോൺ ഈഴവ ജാതിയിൽപ്പെട്ട ആളാണ്. എന്നെ നാരായണ ഗുരുവിൻ്റെ മഹത്വം അറിയിച്ചത് എൻ്റെ അച്ഛനാണ്. പഠിപ്പിച്ചതെന്ന് ഞാൻ പറയില്ല, കാരണം അച്ഛൻ അങ്ങനെ പഠിപ്പിക്കുന്ന സ്വഭാവക്കാരനല്ല. പക്ഷെ നിരന്തരം നാരായണ ഗുരുവിൻ്റെ ശ്ലോകങ്ങൾ അച്ഛൻ ഉദ്ധരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ നാണുഗുരു എന്നാണ്, അങ്ങനെയാണ് ചെറുപ്പം മുതൽ അച്ഛൻ കേട്ട് ശീലിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ നാരായണ ഗുരുവിൻ്റെ പിന്നാലെ കുറേ പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഫോട്ടോയും ആരുടെയും വയ്ക്കുകയില്ല. ഭിത്തിയായിട്ടിരുന്നാൽ മതി. ഇതാണ് അച്ഛൻ നേരത്തെ മുതൽ ഫോളോ ചെയ്തിരുന്നത്. ആരുടെയും ഫോട്ടോ വയ്ക്കില്ല, ഞാനും വെച്ചില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് നാരായണ ഗുരു ഇത്ര വലിയ മഹത് വ്യക്തിയാണെന്ന് മനസ്സിലായപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചാലോ ഞാൻ ആലോചിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ ആ ഒരു ചിട്ട ഞാനൊന്ന് തെറ്റിക്കട്ടെ, നാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചോട്ടെ എന്ന്. അച്ഛൻ പറഞ്ഞു, എനിക്കങ്ങനെ വാശിയോ ചിട്ടയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നീ ഈഴവനാണെന്ന് വരുന്നവർ ധരിക്കും. നിൻ്റെ പെൺപിള്ളേർക്ക് കല്യാണം വന്നു കഴിയുമ്പോൾ നാരായണ ഗുരു ഇരിക്കുന്നത് കാണുമ്പോൾ ഒന്നുകിൽ നീ ഈഴവൻ, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ ചോഗാത്തി, ഇങ്ങനെയൊക്കെ പറയും. കാലം മാറി. ഞാൻ നിനക്ക് ചെറുപ്പത്തിൽ പറഞ്ഞതെന്ന് നാരായണ ഗുരു അല്ല ഇപ്പോൾ തെരുവിൽ കാണുന്ന നാരായണ ഗുരു. അതുകൊണ്ട് ഫോട്ടോ വെച്ചാൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. സത്യമല്ലേ? പ്രായോഗികമായിട്ടൊരു നാട്ടിൻപുറത്തെ കാരണവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ നാരായണ ഗുരുവിൽ വലിയ ആവേശം കയറിയിട്ടുണ്ട്. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റിപ്പർക്കഷൻ ഉണ്ടാവും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം അത് വെക്കേണ്ടെന്നാണ്. ഇല്ലാതെ തന്നെ നിൻ്റെ കയ്യിൽ നാരായണ ഗുരുവിൻ്റെ എല്ലാ പുസ്തകവും ഉണ്ട്, യു ഹോൾഡ് ഹിം ഹൈ റെഫറൻസിന്. ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ട് വേണം. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് പേരുടെ ഈ RSSൻ്റെ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ, മാധവ് സദാശിവ് ഗോൾവൽക്കർ, ഈ 2 പേരുടെ ഫോട്ടോ ഇല്ലാത്ത ഏക RSS വീട് എൻ്റെ ആയിരിക്കും. അവരുടെ പോലും ഫോട്ടോ വെച്ചിട്ടില്ല. സാധാരണ ഒരു RSSകാരൻ്റെ വീട്ടിൽ അടയാളം ഇതാണ്, ഈ 2 ഫോട്ടോസ് ഉണ്ടാകും. എൻ്റെ വീട്ടിൽ അതുമില്ല, ഒരു ഫോട്ടോയും ഇല്ല, ചുമ്മാ വെള്ള. അത് അച്ഛൻ തുടർന്ന് വന്ന ഒരു സംഗതിയാണ്. ഞാനും അത് തുടരുന്നു. വേറെ ദൈവങ്ങൾ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഭാര്യയുടെ അമ്മയുടെ ഒക്കെ ഏർപ്പാടാണ്. അതിൻ്റെ ഒരു അലമാരി ഇതൊക്കെ ആയിട്ട് അതിനുള്ളിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം അവർക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യം വേണ്ടേ. എല്ലാ വീടുകളിലും അങ്ങനെയാണ്. അപ്പോൾ ദൈവങ്ങളല്ലാതെ മനുഷ്യരുടെ ഫോട്ടോ ആയിട്ട് ഭിത്തിയിൽ വയ്ക്കുന്ന ആ ഏർപ്പാട് ഇല്ല. അതിപ്പോൾ അത് പ്രത്യേകിച്ചൊരു വലിയ കാര്യമായിട്ട് ഞാൻ എഴുന്നള്ളിക്കൊന്നുമല്ല, അങ്ങനെ ആയിരുന്നു. അത് ഞാൻ ഈ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രായോഗികമായ അഡ്വൈസ് തരികയും ചെയ്തു. അപ്പോൾ അത് വാസ്തവം പറഞ്ഞാൽ കേരളത്തിന് സംഭവിച്ച വലിയ ദുരന്തമാണ്. ഗുരുവിന് സംഭവിച്ച ദുരന്തം എന്ന് ഞാൻ പറയില്ല. ഗുരുവിന് ദുരന്തം സംഭവിക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ചെയ്തു, ജോലി കഴിഞ്ഞു, പോയി. ബാക്കി നമ്മളുടെയാണ്. നമ്മളത് പിന്തുടർന്നാൽ ശരി, പിന്തുടർന്നില്ലെങ്കിൽ നമുക്ക് ഗുണം പിടിക്കില്ല. അല്ല, എന്താ ഗുരുവിനെന്താ? ഈ ഗുരുക്കന്മാർ വന്നിട്ട് അവരുടെ ഹിസ്റ്റോറിക്കൽ ഡ്യൂട്ടി ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നോ അത് സംഭവിക്കും. ഏതായാലും ഗുരുവിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് നാളെ. ഗുരുവിൻ്റെ ജയന്തിയാണല്ലോ, ആഘോഷിക്കുകയാണ്. കേരളത്തിൽ ഒരു വിഭാഗം ആളുകളാണെങ്കിലും വലിയ തോതിൽ ആഘോഷിക്കുന്നു. നമ്മളിവിടെ സന്തോഷപൂർവ്വം അതിനെ സ്മരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഗുരുജയന്തിക്ക് വല്ലാത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. CPM പരസ്യമായി SNDP യോഗത്തെയും അതിൻ്റെ ഇപ്പോഴത്തെ അമരക്കാരെയൊക്കെ തള്ളി പറയുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇത്തവണത്തെ ഗുരുദേവ ജയന്തി. അല്ല, അത് നടക്കും. ഗുരുദേവ ജയന്തി എന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. ഗുരുദേവ ജയന്തിയുടെ മാതൃഭൂമി പത്രം ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛനോട് പറയും, അച്ഛ മാതൃഭൂമിയിൽ നല്ല ലേഖനം വന്നിട്ടുണ്ട്. അച്ഛൻ കൂളായിട്ട് ചോദിക്കും, സുകുമാർ അഴീക്കോടിൻ്റെയോ MK സാനുവിൻ്റെയോ? ഈ പാറ്റേൺ എത്ര കാലം കേരളത്തിൽ നിന്നറിയാം. സകല പത്രത്തിലും, കേരളകൗമുദി, മനോരമ, മാതൃഭൂമി, ഇതാണ് 3 മെയിൻ പത്രങ്ങൾ. ഈ 3 മെയിൻ പത്രങ്ങളിലും നാരായണ ഗുരുവിനെ പറ്റി എഴുതുന്നത് ഒന്നുകിൽ സുകുമാർ അഴീക്കോട്, അല്ലെങ്കിൽ MK സാനു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഴവനെ തപ്പിക്കൊണ്ടുവരും. അച്ഛനാണ് എനിക്ക് ഈ പാറ്റേൺ പറഞ്ഞിരുന്നത്. ഇത്ര ആധമന്മാർ നിറഞ്ഞ ഒരു സാംസ്കാരിക രംഗം
അച്ഛൻ പറഞ്ഞു ഇവർ ഗുരുവിനെ ഇങ്ങനെ ഒരു പോക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ നോയിക്കോ കുറച്ച് കാലം കഴിയുമ്പോൾ ഗുരു സമം ഈഴവൻ, ഗുരുവിൻ്റെ ആ റേഞ്ച് ആൾക്കാർ വിടും, എന്നിട്ട് ഈ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കും. ഇപ്പം അതാ ചെയ്യുന്നത്. ഞാനതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, പല്ല് തേയ്ക്കാനും മുടി ചെയ്യാനും ഒക്കെ ആയിട്ട് നാരായണ ഗുരുവിനെ ഉപയോഗിക്കും. ഏതായാലും ഗുരു വെളിച്ചമാണ്. വെളിച്ചം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ വെളിച്ചം കിട്ടണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികൾ വായിക്കുകയും അത് ആഴത്തിൽ അതേപ്പറ്റി ഒന്ന് ചിന്തിക്കുകയും ഒക്കെ വേണം. ഒന്നുമില്ലെങ്കിൽ കൃതികളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കുക. നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ആ കൃതികളുടെ പേരെഴുതിയിട്ടുണ്ടാകുമല്ലോ. ആ പേരെഴുതി കഴിഞ്ഞാൽ ആ പേര് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നാരായണ ഗുരു ഹിന്ദുവാണോ അതോ മതേതരനാണോ ക്രിസ്ത്യാനിയാണോ. അപ്പോൾ ഈ ഗുരുജയന്തിക്ക് മിനിമം അതെങ്കിലും വായിക്കട്ടെ, അത്രയെങ്കിലും ആമുഖമെങ്കിലും വായിക്കേണ്ടത്. ആമുഖമില്ലെങ്കിൽ കൃതികളുടെ പേരെങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.